ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഇന്ന് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് നോക്കുകയാണെങ്കിൽ കോട്ടയം എറണാകുളം റൂട്ടിൽ, അതായത് തലയോലപ്പറമ്പാണ് എക്സാക്റ്റ് ലൊക്കേഷൻ വരുന്നത്. അവിടെ ഒരു നല്ല അടിപൊളിയായിട്ട് മന്തി കിട്ടുന്ന ഒരു റെസ്റ്റോറൻറ്റിലാണ് നമ്മളിന്ന് കയറുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു മന്തിക്കടയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ഈ ഒരു കടയുടെ പേര് തന്നെയാണ് ഇക്കാൻ്റെ കുഴിമന്തിക്കടയെന്നാണ് നമ്മുടെ റെസ്റ്റോറൻറ്റിൻ്റെ നെയിം. എക്സാക്റ്റ് ലൊക്കേഷൻ തലയോലപ്പറമ്പിലാണ്. DB കോളേജിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ ഒരു റെസ്റ്റോറൻറ്റ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. വേണ്ട ഫുഡിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നപ്പം ഒടുവിൽ നമ്മുടെ ഫുഡ് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ കുഴിമന്തിക്കട കയറിയത് കൊണ്ട് തന്നെ ഇവിടുത്തെ സ്പെഷ്യലായിട്ടുള്ള 2 വെറൈറ്റി കുഴിമന്തീസാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒന്ന് ചിക്കനും അനദർ വൺ ബീഫും ആണ് കേട്ടോ. അപ്പോൾ 2 കുഴിമന്തിയുടെ ടേസ്റ്റ് വൈസ് പറയാതിരിക്കാൻ പറ്റില്ല. ഒരു തവണയെങ്കിലും ഇവിടെ കയറി കുഴിമന്തി കഴിച്ച് നോക്കണം നിങ്ങൾ മസ്റ്റായിട്ട്. നല്ല അടിപൊളി കിടുക്കാച്ചി കുഴിമന്തി കിട്ടുന്ന ഒരു റെസ്റ്റോറൻറ്റ് കൂടെയാണ്. ആ ഒരു പേര് മറക്കണ്ട, ഇക്കാൻ്റെ കുഴിമന്തിക്കട എന്നാണ്. ആ ഒരു പേരിൽ തന്നെ നല്ലൊരു വെറൈറ്റി ഉണ്ട്. അതുപോലെ തന്നെ ഇവിടുന്ന് കഴിക്കുന്ന ഭക്ഷണത്തിലും നല്ലൊരു ടേസ്റ്റ് നമുക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് ടൈമാണ് ഇവിടുന്ന് ഞാൻ ഭക്ഷണം കഴിക്കുന്നത്. എനിക്കിവിടുത്തെ ടേസ്റ്റ് സൂപ്പർബായിട്ട് തോന്നി. അതുപോലെ തന്നെ സർവീസും കുഴപ്പമില്ല, നല്ലൊരു സർവീസാണ്. ആംബിയൻസ് വളരെ കാം ആൻഡ് ക്വയറ്റ് എന്ന് പറയാൻ പറ്റില്ല. കോളേജിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആയതുകൊണ്ട് തന്നെ ആ ഒരു ടൈമിൽ നല്ല റഷ് ഉണ്ടായിരുന്നു കേട്ടോ. കുറേ അധികം കോളേജ് സ്റ്റുഡൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഉൾഭാഗത്തെ ആ ഒരു ആംബിയൻസ് സെറ്റ് ചെയ്തേക്കുന്നത് നല്ല ഭംഗിയാണ് കേട്ടോ. കുറച്ച് പാർട്ടീഷൻ ചെയ്തിട്ട് അവിടെ ഒരു മജ്‌ലിസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നോർമലി എല്ലാവർക്കും അറിയാമല്ലോ, മജ്‌ലിസ് എന്ന് പറയുമ്പം നമുക്ക് കൂട്ടം കൂടി തറയിൽ ഇരുന്ന് കഴിക്കുന്നതാണ്. റൈസിൻ്റെ ക്വാണ്ടിറ്റി നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിലാണ് അവർ ഫുഡ് സെർവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ടേസ്റ്റിൻ്റെ കാര്യം ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മുടെ ചിക്കൻ ആണെങ്കിലും സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു, ബീഫാണെങ്കിലും നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടുന്ന് കുഴിമന്തി ഒരു പ്രാവശ്യമെങ്കിലും കഴിച്ചാൽ തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു കട തന്നെ തേടി പിടിച്ച് വന്ന് കഴിക്കുമെന്ന് എനിക്ക് ഷുവറുണ്ട്. ഞാൻ കഴിച്ചതിൻ്റെ ആ ഒരു ബേസിൽ ഹോണസ്റ്റ് ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ സൈഡായിട്ട് നമുക്ക് മന്തിയുടെ കൂടെ കിട്ടുന്ന ആസ് യൂഷ്വൽ നമുക്ക് എപ്പോഴും കിട്ടുന്ന സലാഡും അതുപോലെ തന്നെ മയണീസൊക്കെ കിട്ടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് പറയേണ്ട ഒരു കാര്യം, നല്ല റഷ് ഉണ്ട് കേട്ടോ. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അത്യാവശ്യം നല്ലൊരു റെസ്റ്റോറൻ്റ് ആയതുകൊണ്ടാണല്ലോ ഇത്രയും റഷ്. അപ്പോൾ ഫുഡിൻ്റെ കാര്യത്തിൽ നമുക്ക് ഒന്നും പറയാനില്ല. ടേസ്റ്റി ഫുഡാണ്, അമേസിങ്, ജസ്റ്റ് വാവ് എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. ഞാനൊരു കുഴിമന്തി ഫാൻ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ആ ഒരു റൈസ് എന്നൊക്കെ പറയുന്നത് എക്സാക്ട്ലി പൂ പോലെയാണ്. നമുക്ക് കഴിച്ചാൽ മടുപ്പ് ഫീൽ ചെയ്യില്ല, വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് ആ ഒരു ക്വാണ്ടിറ്റി വൈസ് കിട്ടുകയും ചെയ്തു. നല്ലോണം നമുക്ക് കഴിക്കാനുള്ള പാകത്തിന് നമ്മൾ കഴിച്ചു പോവുകയും ചെയ്യും, അതിൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ കാരണം. അങ്ങോട്ട് വെച്ചോ. കുരുമുളക് രണ്ടാം പ്ലേറ്റ് കഴിക്കുന്നത് എനിക്ക് ശരി. ഓൾമോസ്റ്റ് നമ്മൾ ഫുഡ് കഴിച്ച് കംപ്ലീറ്റ് ആയി കേട്ടോ. നിങ്ങൾക്ക് ഈ ഒരു പ്ലേറ്റ് കാണുമ്പോൾ തന്നെ അറിയാം എല്ലാവരുടെയും പ്ലേറ്റ് നല്ലോണം കാലിയായി വന്നിട്ടുണ്ട്.
അപ്പോൾ ഞങ്ങൾ എത്ര പേരാണ് കയറിയെന്ന് നോക്കുകയാണെങ്കിൽ ഞാനും ഹിബാഷും ഹിഷാമും പിന്നെ ഉമ്മച്ചി വാപ്പച്ചി ഞങ്ങൾ ടോട്ടൽ 5 പേരാണ് കയറിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 5 പേർക്ക് വയറ് നിറച്ച് നല്ല ലാവിഷായിട്ട് കഴിക്കാൻ പറ്റും കേട്ടോ. ഒരിക്കലും നിങ്ങൾ ഈ ഒരു കട മിസ് ചെയ്യരുത്, ഈ ഒരു ഷോപ്പ് മിസ് ചെയ്യരുത്. ഈ വഴിക്ക് പോകുന്നവരാണെങ്കിൽ നല്ല ബെസ്റ്റ് മന്തി കഴിക്കാൻ പറ്റിയ സൂപ്പർ കടയാണ് കേട്ടോ. വേണ്ട ഇക്കാൻ്റെ ഈ ഒരു കുഴിമന്തി കടയിൽ വന്നാൽ നല്ല പെർഫെക്റ്റ് ഓക്കെ ആയിട്ടുള്ള കുഴിമന്തി നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു റൂട്ടിലൂടെ നിങ്ങൾ പോവുകയാണെങ്കിൽ നല്ല ബെസ്റ്റ് കുഴിമന്തി കഴിക്കാനുള്ള റെസ്റ്റോറൻറ്റ് തേടി നടക്കുകയാണെങ്കിൽ മിസ് ചെയ്യേണ്ട ഇക്കാൻ്റെ കുഴിമന്തി കട. അതും സിറ്റുവേറ്റ് ചെയ്യുന്നത് തലയോലപ്പറമ്പാണ്, DB കോളേജിന് ജസ്റ്റ് ഓപ്പോസിറ്റ്. ആംബിയൻസും കോസ്റ്റും സർവീസ് എല്ലാം ഓക്കെ ആയിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. വേറൊന്നുമല്ല, അഫോർഡബിൾ ആണോ അല്ലയോ നോക്കുകയാണെങ്കിൽ റേറ്റ് വൈസിൻ്റെ കാര്യത്തിൽ കമ്പാരിസൺ ചെയ്യുമ്പം അഫോർഡബിൾ ആണ് കേട്ടോ. ഒരുപാട് റേറ്റോ കാര്യങ്ങളോ ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. ചിലർക്കൊരു പേടി കാണും, അതായത് നമുക്ക് ഫാമിലി ആയിട്ടൊക്കെ വന്നിരുന്ന് ഫുഡ് കഴിക്കുമ്പോൾ പറ്റിയ ആംബിയൻസ് ആണോ സേഫ് ആണോ എന്നൊക്കെ. നോർമലി നല്ല ഫുഡ് കിട്ടിയാലും ചില റെസ്റ്റോറൻറ്റിൽ നമുക്ക് എക്സാക്ട്ലി പറയുകയാണെങ്കിൽ ആ ഒരു ആംബിയൻസിൽ കുറച്ചൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും. അതായത് ഭയങ്കര റഷും കുറേ ആൾക്കാരൊക്കെ കയറുമ്പോൾ നമുക്ക് പൊതുവേ ഇരുന്ന് കഴിക്കാനുള്ളൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ട്. പക്ഷെ അങ്ങനത്തെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു ബുദ്ധിമുട്ടും ഇല്ല. ആംബിയൻസ് വൈസ് ഓക്കെയാണ്, നമുക്ക് സേഫായിട്ടും കംഫർട്ടായിട്ടും ഇരുന്ന് കഴിക്കാൻ പറ്റും കേട്ടോ. ആ ഒരു കാര്യത്തിൽ ആരും ഉത്കണ്ഠ ഒന്നും ഓർക്കണ്ട. അങ്ങനെ നമുക്ക് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ നേരമായി. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ പ്രസൻറ്റേഷനും നിങ്ങൾക്ക് എന്താ പറയുക മടുപ്പിക്കുന്ന ഫീൽ തോന്നിയിട്ടില്ലെന്ന് എനിക്ക് വിശ്വാസം ഉണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും ഫോൾട്ടോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലുമൊക്കെ ഡിഫറൻസ് വരുത്തണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുമായിരിക്കും. ബൈ, താങ്ക് യു ആൻഡ് പ്ലീസ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ. അപ്പോൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ആ ഒരു ബെല്ലൈക്കണോ ഒന്ന് എനേബിൾ ചെയ്തിട്ട് നോട്ടിഫിക്കേഷനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം കേട്ടോ. എങ്കിൽ മാത്രമേ ഉള്ളൂ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരികയുള്ളൂ. അപ്പോൾ മാക്സിമം ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റൊക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുമായിരിക്കും. ബൈ, താങ്ക് യു ആൻഡ് പ്ലീസ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ. Gracias.